പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് AEWൻ്റെ പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ബ്രയാൻ ഡാനിയൽസിൻ്റെ കരിയറിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ഇന്നത്തെ ഡൈനാമിക് എപ്പിസോഡിലൂടെ ബ്രയാൻ പങ്കുവച്ചിരിക്കുന്നു. ആദ്യം AEW വേൾഡ് ചാമ്പ്യൻ ആയിട്ടിരിക്കുന്ന കാലത്തോളം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കില്ല എന്നുള്ളതും ഈ വേൾഡ് ടൈറ്റിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എപ്പോൾ നഷ്ടപ്പെടുന്നുമോ ആ ഒരു സമയത്തോടു കൂടി താൻ ഫുൾ ടൈം കരിയറിനോട് വിട പറയും എന്നുള്ളതും ബ്രയാൻ ഡാനിയൽസൺ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഓൾ ഔട്ട് എന്ന് പറയുന്ന അടുത്ത AEW പേപ്പർ വ്യൂവിൽ ബ്രയാൻ ഡാനിയൽസിൻ്റെ എതിരാളി ബ്രയാൻ ഡാനിയൽസിൻ്റെ ആദ്യ ടൈറ്റിൽ ഡിഫൻസ് നിലവിലെ TNT ചാമ്പ്യനായ ജാക്ക് പെറി എന്ന് പറയുന്ന റെസ്ലറിന് എതിരെ ആയിരിക്കും എന്നുള്ളതും ഡൈനാമൈറ്റിൻ്റെ മെയിൻ ഇവൻറ്റ് സെഗ്മെൻറ്റിലൂടെ ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് ഡൈനാമൈറ്റ് എപ്പിസോഡിൽ നിന്ന് ലഭിച്ചത് ജോൺ മോക്സ്ലിയെ സംബന്ധിച്ചാണ്. ജോൺ മോക്സ്ലിയുടെ ഒരു സർപ്രൈസ് റിട്ടേണോട് കൂടിയിട്ടാണ് ഡൈനാമൈറ്റ് വീക്ക്ലി എപ്പിസോഡ് ആരംഭിക്കുന്നത്. ജോൺ മോക്സ്ലി റിങ്ങിലേക്ക് വരുന്നു. അവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കമൻറ്റേറ്ററായിട്ട് ടോണി ഷിവാനി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ടോണി ഷിവാനിയോട് പറയുന്ന ജോൺ മോക്സ്ലിയുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജോൺ മോക്സ്ലി ഒരു വില്ലൻ ആകുന്നു എന്നുള്ളതിൻ്റെ സൂചന നൽകുന്നുണ്ട്. കൂടാതെ ഡെർബി എലിൻ എന്ന് പറയുന്ന യുവതാരത്തെ ജോൺ മോക്സ്ലി ഒരു ചലഞ്ച് പ്രഖ്യാപിക്കുന്ന രീതിയിൽ വെല്ലുവിളിക്കുന്നു. പിന്നാലെ ടോണി ഗാനോടുള്ള ഒരു മെസ്സേജ് പോലെ ഈ ഒരു കമ്പനി ഇനി നിൻ്റേത് മാത്രമല്ല എന്നുള്ളതും പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ജോൺ മോക്സ്ലി വില്ലൻ ആകുന്നു എന്നുള്ളതിൻ്റെ യഥാർത്ഥ പൂർണ്ണ രൂപം അവർ നൽകുന്നത് ഈ അവസാന മണിക്കൂറുകളിലാണ്. അതായത് ഡൈനാമൈറ്റിൻ്റെ ഈ എപ്പിസോഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ വെച്ച് ജോൺ മോക്സ്ലിയുടെ കൂടെ മെറീന ഷെഫീർ എന്ന് പറയുന്ന വുമൺ റെസ്ലറും ചേർന്ന് സെക്യൂരിറ്റി ഗാർഡ്സിനെ ആക്രമിക്കുന്നുണ്ട്. അവിടെ മുതൽ ജോൺ മോക്സ്ലി ഒരു പുതിയ ടീമിന് തുടക്കം കുറിക്കുകയാണ് എന്നുള്ളതിൻ്റെ സൂചന നൽകുന്നതിൻ്റെ ഒപ്പം തന്നെ ഇവർ പൂർണ്ണമായി വില്ലന്മാരാകുന്നു എന്നുള്ള ആ ഒരു സൂചനയും നൽകിക്കൊണ്ടാണ് ഡൈനാമിക് എപ്പിസോഡിലെ ഈ രംഗങ്ങൾ അവസാനിക്കുന്നത്. അവസാനമായി പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൻ റെയിൻസിനെ സംബന്ധിച്ചാണ്. റോമൻ റെയിൻസ് ഈ ശനിയാഴ്ച നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ അപ്പിയർ ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. ഈ ശനിയാഴ്ച നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റെയിൻസ് അപ്പിയർ ചെയ്യില്ല എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാഷ് ഇൻ ബെർലിൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോമൻ റെയിൻസിനെ സംബന്ധിച്ചോ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിനെ സംബന്ധിച്ചോ യാതൊരുവിധ സ്റ്റോറിയും അവർക്ക് കാണിക്കാൻ അതുകൊണ്ട് തന്നെ സ്മാക്ഡൗണിൽ റോമൻ റെയിൻസ് വരുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ബാഷ് ഇൻ ബെർലിൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവന്റ് കഴിഞ്ഞുള്ള ഏതെങ്കിലും ഒരു സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റെയിൻസിനെ ഇതുവരെ അഡ്വർടൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കൂടാതെ ഈ സ്മാക്ഡൗൺ എപ്പിസോഡ് നടക്കുന്നത് ജർമ്മനിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം ഈ സ്മാക്ഡൗൺ എപ്പിസോഡ് കൃത്യമായി കാണാൻ സാധിക്കുമെങ്കിലും അത് യഥാർത്ഥത്തിൽ ഒരു ലൈവ് എപ്പിസോഡ് ആയിരിക്കില്ല. അത് ഓൾറെഡി ജർമ്മനിയിൽ ഷൂട്ട് ചെയ്ത് ടൈപ്പ് ചെയ്ത് വെച്ച് അവർ പിന്നീട് ആ 5:30 മുതൽ പുലർച്ചെ മുതൽ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നത് മാത്രമായിരിക്കും. അപ്പോൾ ബാഷ് ഇൻ ബെർലിൻ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് റോമൻ റെയിൻസിൻ്റെ നെക്സ്റ്റ് അപ്പിയറൻസിനെ സംബന്ധിച്ചുള്ള ഒരു സൂചന ലഭിക്കുകയുള്ളൂ. സർവൈവർ സീരീസിൽ റോമൻ റെയിൻസ് ഭാഗം ആകും എന്നുള്ളതാണ് നമുക്ക് അവസാനമായി ലഭിച്ച ഒരു അപ്ഡേറ്റ്. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേറ്റ് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളിലേക്കും എത്തിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.